പ്രതാപ, എന്താ എന്താ ചേച്ചി എന്താ ചേച്ചി എന്തിനാ വിളിച്ചേ? പ്രതാപ, നിന്നെ ഞാൻ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ. നീ അത് ഭംഗിയായി ചെയ്യണം. ചേച്ചി ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഞാനത് വൃത്തിയായിട്ട് ചെയ്യുമെന്ന് ചേച്ചിക്ക് അറിയാലോ. പിന്നെന്തിനാ പ്രത്യേകിച്ച് പറയുന്നേ? ഇതിത്തിരി റിസ്ക് ഉള്ള പരിപാടിയാ. എത്ര റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും പ്രതാപൻ അത് ചെയ്തിരിക്കും ചേച്ചി. ചേച്ചി കാര്യം പറ. പ്രതാപ, എനിക്കൊരു വീഡിയോ വേണം. വീഡിയോയോ? എന്ത് വീഡിയോ? നീ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എനിക്ക് തരണം. ഞാൻ എന്ത് വീഡിയോ റെക്കോർഡ് ചെയ്യണ്ടേ? ഒരു ലവ് സീൻ. ലവ് സീനും? അതെ, പ്രണയരംഗം. അതില് ഇത്തിരി എരിവും പുളിയും ഒക്കെ ആവാം. ചേച്ചി എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താന്ന് വെച്ചാ ചേച്ചി തെളിച്ചു പറ. പറയാം, തെളിച്ചു തന്നെ. വിശാൽ. എന്താ ജാസ്മിൻ? വിശാൽ, ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോവാ. വിശാൽ വരുന്നുണ്ടോ എന്റെ ഒപ്പം? സോറി ജാസ്മിൻ, കണ്ടില്ലേ ഞാൻ നല്ല തിരക്കില്ല. താൻ ആ പാർവതിയോ ഗാർഗിയോ കൂട്ടിക്കൊണ്ടോ നോക്ക്. ഓ, അവരൊന്നും കൂട്ടിക്കൊണ്ടുപോയി ശരിയാവില്ല. കണ്ടില്ലേ, പാർവതി അവിടെ തിരക്കാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിൽക്കുക. ഇനി അവളെ നിർബന്ധിക്കാനൊന്നും ഞാനില്ല. അവള് വീണ്ടും അങ്ങനെ പറഞ്ഞു? ഇല്ല, എന്നാലും വിശാൽ എന്റെ ഒപ്പം വന്നാ മതി. മോളെ, ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. അമ്മേ, ഞാൻ ആകെ മാനസിക പ്രയാസത്തിലാ. ജാസ്മിന്റെ പദ്ധതിയെ എങ്ങനെ തടയണമെന്നുള്ള ചിന്തയില്ല ഞാൻ. പക്ഷേ എന്റെ മുന്നിൽ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. വിശാലിനെ ആ വിവാഹത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമെങ്കിൽ ജാസ്മിന്റെ വിവാഹം നിശ്ചയിച്ച പയ്യനുമായി തന്നെ നടക്കണം. ജാസ്മിൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുവാ. അവള് മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ വിശാൽ സാറുമായിട്ടുള്ള വിവാഹം നടത്തുമെന്നാ വെല്ലുവിളിച്ചിരിക്കുന്നത്. അങ്ങനെ അവള് പറഞ്ഞ സ്ഥിതിക്ക് അവള് നടത്തുന്ന അണിയറ നീക്കങ്ങളും ശക്തമായിരിക്കുമല്ലോ. അത് ഞാൻ എങ്ങനെ പ്രതിരോധിക്കും അമ്മേ? മോളെ, നിനക്കറിയാലോ, എനിക്കിതൊക്കെ മുൻകൂട്ടി അറിയിക്കാനേ സാധിക്കൂ. എനിക്കായിട്ട് തടയാൻ സാധിക്കില്ല. ആ വിവാഹം തടയാനുള്ള മാർഗം നീ തന്നെ കണ്ടെത്തണം. എന്റെ ആഗ്രഹം വിശാൽ സാധിച്ചു തരുവോ ഇല്ലയോ, അത് മാത്രം അറിഞ്ഞാ മതി. അതൊരു വല്ലാത്ത ആഗ്രഹമാണല്ലോ ജാസ്മിൻ. ഗാർഗി, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ചോദിച്ചത് വിശാലിനോടല്ലേ? വിശാല് മറുപടി പറയട്ടെ. വിശാൽ സാർ, ഇന്ന് കഴിഞ്ഞാൽ ജാസ്മിൻ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോവല്ലേ, മറ്റൊരാളുടെ ഭാര്യയാവുമല്ലേ. അന്നേരം ഇവൾക്ക് ഈ ആഗ്രഹങ്ങളൊന്നും വിശാൽ സാറിനോട് പറയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് വിശാൽ സാർ തന്നെ ജാസ്മിന് മെഹന്തി അണിയിച്ചോളൂ. ഞാൻ ഇവിടം വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതാണോ പാർവതി നീ കരുതുന്നത്? മറ്റൊരാളുടെ ഭാര്യയാവുന്നാണോ നീ പ്രതീക്ഷിക്കുന്നത്? പാർവതി, ഞാൻ എവിടെയും പോകുന്നില്ല. വിശാലിന്റെ ഭാര്യയായി, ഈ വീട്ടിലെ മരുമകളായി ഇവിടെ തന്നെ വരും. ഈ വീട്ടിൽ നിന്നും വിശാലിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോകാൻ പോകുന്നത്
നീയും. ആ മെഹന്തി എടുത്ത് സാറിന്റെ പേര് കൊടുത്തോളൂ. നമുക്കിറങ്ങാം. അല്ല, ബിപിനും പല്ലവിയും അവര് വരും. എന്നാ കുറച്ച് പേര് ഈ കാർ കയറ്, ബാക്കിയുള്ളവര് പിന്നാലെ വന്നോളൂ. ഈ കാറിലെ ജാസ്മിനും പാർവതിയും ഗാർഗിയും കയറിക്കോ. വാ. നിക്ക്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇവിടെ എന്ത് മംഗളകർമ്മങ്ങൾ നടന്നാലും പാർവതി ഗായത്രി ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങുക പതിവല്ലേ? പാർവതി ഇന്നത് മേടിച്ചോ? അയ്യോ അമ്മ, ഇല്ല, തിരക്കിനിടയിൽ ഞാനതങ്ങ് മറന്നുപോയി. എന്താ പാർവതി ഇത്? അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ മറക്കാൻ പാടുണ്ടോ? സാർ, അത് വിശാലെ വേണ്ട. പാർവതി കുറ്റപ്പെടുത്തണ്ട. ഇനിയും വൈകിട്ടൊന്നുമില്ലല്ലോ. പാർവതി, നീ പോയി ഗായത്രി ചേച്ചിയുടെ അനുഗ്രഹം മേടിച്ചിട്ട് വരും. അവള് പോയി അനുഗ്രഹം മേടിച്ചിട്ട് വരട്ടെ. ചെല്ലുമോളെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നാണ് ജാസ്മിന്റെ വിവാഹം. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ വിവാഹ മുഹൂർത്തമായി. ഓരോ നിമിഷം കഴിയും തോറും എനിക്ക് പേടിയാവുക. വിശാൽ സാറിനെ തന്നെ വിവാഹം കഴിക്കുന്ന ജാസ്മിന്റെ വെല്ലുവിളി എന്നെ മാനസികമായിട്ടും തളർത്തുക. ഞാൻ തിരിച്ചറിഞ്ഞിടത്തോളം ജാസ്മിൻ ഉള്ളുകൊണ്ടൊരു പിശാചാണ്. സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി കൊല്ലാൻ പോലും മടിക്കാത്തൊരു ജന്മം. അങ്ങനെയുള്ള ജാസ്മിൻ വിശാൽ സാറുമായുള്ള വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോവുന്ന എനിക്ക് ഉറപ്പാണ്. അവൾ ഇന്ന് കതിർ മണ്ഡപത്തിൽ വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പിന്നെ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം മേടിച്ചോ.
എന്താ ആലോചിക്കുന്നത്? ഭഗവാനെ, അടികൊണ്ട് പൊളയാതെ തന്നെ കാത്ത് രക്ഷിക്കണേ. എന്താ എന്താ പറഞ്ഞ? ഏയ് ഒന്നുമില്ല, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് ഈശ്വരനോട് അപേക്ഷിച്ചതാ. ശരി ശരി, വാ. ഞാനൊന്ന് അച്ഛനോട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചോട്ടെ? ആയിക്കോട്ടെ. ആ വീഡിയോ എങ്ങനെ ആരെടുത്തു എന്നൊന്നും എനിക്കറിയില്ല. നിന്റെ ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട. നീ കാരണം നാണം കെട്ടത് ഞാനും എന്റെ മോളുമാണ്. ഇവിടെ മുടങ്ങി തന്നെ മോളുടെ വിവാഹം. നീയൊക്കെ കൂടെ തകർത്തതേ എന്റെ മോളുടെ ഭാവിയാ. അയ്യോ, നിന്നെ ഒന്നിനും ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനും ഞാൻ ജയിലിൽ കയറ്റും. പ്രഭാവതി, നീയാ ഒന്നാം പ്രതി. എന്റെ മോളെ ഈ നിൽക്കുന്ന വിശാലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞ് നീ വഞ്ചിച്ചു. ഇപ്പോ വേറൊരു വിവാഹം നടത്താന്ന് പറഞ്ഞ് അതും നീ മുടക്കി. അയ്യോ, എല്ലാത്തിനും കാരണക്കാരി നീയാ. ഇപ്പോ ആ വീഡിയോ എല്ലാവരും കണ്ട സ്ഥിതിക്ക് ഇനി എന്റെ മോളുടെ വിവാഹം നടക്കുവോ? അത് പറ. അതിന് മറുപടി നീ പറഞ്ഞേ പറ്റൂ. വക്കീലേ, ഞാൻ പരിഹാരം ചെയ്യാം. ഞാൻ ഇപ്പൊ തന്നെ പരിഹാരം ചെയ്യാം. ആ, ഇതിനുള്ള പരിഹാരം എന്റെ ജീവൻ അവസാനിപ്പിക്കാന്നുള്ളത് മാത്രമാ. അടുക്കരുത്, അടുക്കരുതെന്നാ പറഞ്ഞത്. ചേച്ചി അബദ്ധമൊന്നും കാണിക്കല്ലേ ചേച്ചി. വേണ്ട അമ്മേ. ചേച്ചി അയ്യോ പറയുന്നേ ചേച്ചി. അയ്യോ, ചേച്ചി അബദ്ധമൊന്നും കാണിക്കല്ലേ. ചേച്ചി മരിച്ച പിന്നെ എനിക്കാരാ ഉള്ളത്? എനിക്കതൊന്നും അറിയണ്ട. അതിന് ചേച്ചി എന്താ തെറ്റാ ചെയ്തേ? തെറ്റ് ചെയ്ത വിശാലല്ലേ? അമ്മേ, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. ആദ്യം ജാസ്മിനെ വിവാഹം കഴിക്കുന്ന വാക്ക് കൊടുത്തിട്ട് പിന്നെ പാർവതി വിവാഹം കഴിച്ചു അല്ലേ? ഇപ്പൊ ചേച്ചി കഷ്ടപ്പെട്ടൊരു പയ്യനെ ജാസ്മിന് വേണ്ടി കൊണ്ടുവന്നിട്ട് പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കത്തി മാറ്റണമെങ്കിൽ ഇതിന്റെ പരിഹാരം എന്താണെന്ന് പറയണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ തീരുമാനം നടപ്പാക്കും. ഞാൻ മരിക്കും. നീ ചെയ്ത തെറ്റ് കാരണമാണ് എന്റെ മോളുടെ വിവാഹം മുടങ്ങിയത്. അതിന്റെ പേരില് ഈ തർക്കം ഇവിടെ വേണ്ട. എന്റെ മോളെ വഞ്ചിച്ചതിന് നീ തന്നെയാണ് ഉത്തരവാദി. അങ്കിൾ, എടാ, നിനക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും അത് നീ പറ. പരിഹാരം ഒന്നേ ഉള്ളൂ. വിശാല് ഇവിടെ ഈ മണ്ഡപത്തിൽ വെച്ച് എന്നെ താലി കെട്ടണം. ജാസ്മിൻ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ ഇങ്ങനെ ശിക്ഷിക്കരുത്. വിശാൽ, ജാസ്മിൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി എനിക്കിതിൽ ഒന്നും ചെയ്യാനാവില്ല. ഒന്നുകിൽ നീ അവളെ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്റെ കഴുത്തറുത്ത് ഞാൻ മരിക്കും. ഒന്നും പറയടാ അമ്മേ. ജാസ്മിനോടും ജാസ്മിന്റെ ഡാഡിയോടും ഞാൻ എന്ത് പറയും? എനിക്ക് ഇതിന്റെ പേരിൽ ജയിലിൽ കിടക്കാനാവില്ല. പറയണ വിശാല. പാർവതി, എല്ലാരും കൂടെ ചേർന്ന് എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഞാൻ എങ്ങനെ ജാസ്മിനെ വിവാഹം കഴിക്കും? വിശാലെ, വേണ്ട. നീ ജാസ്മിനെ വിവാഹം കഴിക്കണ്ട. ഞാൻ മരിച്ചോളാം.
അതിനു മുമ്പ് പാർവതിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ. പാർവതി, ജാസ്മിന്റെ വിവാഹം മുന്നിട്ട് നിന്ന് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞവളാ നീ. ഇപ്പൊ ഈ കല്യാണം നീ തന്നെ നടത്തി കൊടുക്കണം. വിശാലിനെ കൊണ്ട് ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ നിനക്ക് സാധിക്കോ? ഇല്ലെങ്കിൽ വിശാലെ, ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നതിന് മുൻപ് നീ വേഗം താലി കെട്ട്. തിരുമേനി താലി എടുത്തു കൊടുക്ക. ചേട്ടാ വേണ്ട, താലി കെട്ടരുത്. ഏട്ടൻ ജാസ്മിനെ വിവാഹം കഴിക്കരുത്. ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ. വിപിൻ, നിനക്ക് എന്താടാ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഇത് തടയുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത ഏട്ടൻ എന്തിനാ ജാസ്മിനെ വിവാഹം കഴിക്കുന്നത്? ഏട്ടൻ ഇപ്പൊ ജാസ്മിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ചെയ്യാത്ത തെറ്റ് ഏട്ടൻ സ്വയം ഏറ്റെടുത്തതിന് എന്നാൽ ഏട്ടൻ ജാസ്മിനോട് എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമം കാണിച്ചിട്ടുണ്ടോന്ന് സ്ഥാപിക്കാൻ അതിന് ആ വീഡിയോ മാത്രം പോരാ, വിശ്വസനീയമായ തെളിവ് വേറെ വേണം. ജാസ്മിനെ, നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം. ഏട്ടാ, ഏട്ടൻ എഴുന്നേറ്റെ, എഴുന്നേക്ക്. എഴുന്നേക്കട്ടെ, എഴുന്നേക്ക്. ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ പറയാൻ. വിശാൽ, വിശാൽ, വിശാൽ. അതെല്ലാം ഒഴിവാക്കണമെങ്കിൽ ജാസ്മിനെ വിപിൻ വിവാഹം കഴിക്കുകയല്ലേ മാർഗമുള്ളൂ. അപ്പൊ വിപിന്റെ ജീവിതമോ? എന്റെ മോൻ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല വിശാലെ. അമ്മയുടെ ഈ വിഷമം ഒഴിവാകണമെങ്കിൽ, ഇതിന് ഒരു പരിഹാരം കാണണമെങ്കിൽ അത് ജാസ്മിനും അവളുടെ ഡാഡിയും വിചാരിച്ച മാത്രമേ സാധിക്കൂ. അവര് രണ്ടുപേരും ക്ഷമിക്കാൻ തയ്യാറായ, വിവാഹത്തിൽ നിന്ന് സ്വയം പിന്മാറിയ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ശരിയാ, പാർവതി പറഞ്ഞതാ ഇനിയുള്ള ഏക മാർഗം. അമ്മ പോയി ജാസ്മിനെയും ഡാഡിയും കണ്ട് ഒന്ന് സംസാരിക്കാൻ നോക്ക്. വിപിന്റെയും ജാസ്മിന്റെയും കല്യാണം നടന്നാൽ വിപിന്റെ ജീവിതം നശിക്കുമെന്നത് ഉറപ്പാ. വിപിനോട് പറഞ്ഞിട്ട് അവനത് തലയിൽ കേറുന്നില്ല, കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നുമില്ല. ജാസ്മിൻ വിശാലിനെ കല്യാണം കഴിക്കണമെന്ന പിടിവാശിയിലും. എന്തു ചെയ്യും? തൽക്കാലത്തേക്ക് വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ജാസ്മിനോട് പറഞ്ഞു നോക്കിയാലോ? അമ്മ പോയി ജാസ്മിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്ക്. അതെ, നമുക്കിനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. പല്ലവി എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നതിന് മുൻപ് അവളെ തടയണം. ബ്രോ വന്നേ, നമുക്ക് അയാളെ കാണാം.
പാർവതി വാ. പല്ലവിക്ക് വിപിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോ നമ്മൾ നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എന്റെ പൊന്നു ബ്രോ, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ അഴിയ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നെ. അതൊരു വിധം സോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ബ്രോയായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അല്ല ഗാർഗി, അത് ബ്രോ, വിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം എങ്ങനെ നടത്തി കൊടുക്കുമെന്നാ ബ്രോ പറയുന്നേ? ആ വിവാഹം നടത്തണോന്ന് പല്ലവിക്ക് മാത്രം ആഗ്രഹം തോന്നിയാ മതിയോ? പല്ലവിയെ വിവാഹം കഴിക്കണോന്ന് വിപിനും കൂടി താല്പര്യം തോന്നണ്ടേ? അതിപ്പോ നമുക്ക് അവനോട് ചോദിക്കാമല്ലോ. ചോദിക്കണമെന്ന് ഇല്ല വിശാൽ സർ. പല്ലവി വിവാഹം കഴിക്കാൻ വിപിന് തീരെ ഇഷ്ടമല്ല. അത് പാർവതിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ വിപിനോട് അഭിപ്രായം ചോദിച്ചായിരുന്നോ? ഇപ്പോ ഞങ്ങൾ വിപിനോട് ഈ വിഷയം സംസാരിച്ചിട്ടില്ല. പക്ഷേ വിപിനോട് പല്ലവി പല പ്രാവശ്യം അവളുടെ ആഗ്രഹം പറയുന്നതും വിപിൻ അവളുടെ ആഗ്രഹത്തെ തള്ളി പറയുന്നതും പല്ലവി വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലെന്നും അവൻ അവളുടെ മുഖത്ത് നോക്കി പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. വിപിനെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം പല്ലവി ഉപേക്ഷിക്കണമെന്ന് ഞാൻ പല്ലവിയെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇത് തന്നെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവളത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അല്ല, അപ്പോ ഇപ്പൊ വിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കാൻ പോകുന്നതും അവന്റെ പൂർണ്ണമായ ഇഷ്ടം കൊണ്ടല്ലല്ലോ. ബ്രോ, ജാസ്മിനെ വിവാഹം കഴിക്കാമെന്നുള്ള തീരുമാനം വിപിൻ സ്വയം എടുത്തതാ. അത് അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ചെടുപ്പിച്ചതൊന്നുമല്ല. പക്ഷേ പല്ലവിയുടെ കാര്യത്തിൽ അതല്ലല്ലോ. ഇതിലെന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. വിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് അത് തന്നെ നടക്കട്ടെ. എല്ലാം ശുഭമായി തീർന്നു എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. ഇല്ല പാർവതി, ഒന്നും തീർന്നിട്ടില്ല. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം തന്നെയായിരിക്കും. വിശാലിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും പാർവതി. നിങ്ങൾ എല്ലാരും ഇവിടെ വന്ന് നിൽക്കാണോ? എന്താ ഇവിടെ ഒരു ചർച്ച? എടാ, പല്ലവിയെ നിനക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നറിഞ്ഞു. എന്താ നിന്റെ അഭിപ്രായം? ചേട്ടാ, വെറുതെ അതൊന്നും സംസാരിച്ച് സമയം പാഴാക്കാനില്ല. നിങ്ങൾ വന്നേ, താലി കെട്ട് നടത്തണം. ജാസ്മിനെ വിവാഹം കഴിക്കാൻ എന്റെ വിധി. അത് നടക്കട്ടെ. മോനെ, നീ എനിക്ക് വേണ്ടി. അതെ, കരച്ചില് സെന്റിമെന്റ്സ് ഒക്കെ പിന്നീടാവാം. എല്ലാരും വന്നേ. ഇനി നീ പറയുന്നതാണ് വാസ്തവമെങ്കിൽ ദേ, നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. അതിന് പല്ലവി പറയുന്നതിൽ വാസ്തവം ഉണ്ടെന്ന് എങ്ങനെ തെളിയിക്കും? അതിന് നമ്മുടെ ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഡോക്ടറെ, പല്ലവിയെ പരിശോധിക്കണ്ട. പല്ലവി പറഞ്ഞത് സത്യം തന്നെയാ. ഇവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞു തന്നെയാ. വിശാൽ, ഇങ്ങനൊരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നിട്ടും നീ പല്ലവിയെ ഒഴിവാക്കി ജാസ്മിനെ കല്യാണം കഴിക്കാൻ തയ്യാറായല്ലേ? ഇനി നീ ജാസ്മിനെ വിവാഹം കഴിക്കണ്ട.
നീ താലി കെട്ടേണ്ടത് പല്ലവിയ. അവളുടെ കഴുത്തില് താലി കെട്ട. വീണ്ടും മണവാട്ടിയായി കതർ മണ്ഡപത്തിലെത്തിയിട്ട് നിന്റെ വിവാഹം മുടങ്ങിയതിൽ എനിക്ക് വിഷമമുണ്ട് ജാസ്മിൻ. ഇപ്പോ വിപിൻ പല്ലവിയെ വിവാഹം കഴിക്കാതെ നിന്നെ വിവാഹം കഴിച്ചാൽ അത് പല്ലവിയോട് ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും. എനിക്കും നിന്നെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എന്തായാലും വിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ. അതിന് പല്ലവി ഇരിക്ക. ഇങ്ങോട്ട് വാ. ഞാനത് ചെയ്ത്. നീ ഒന്നും ന്യായീകരിക്കണ്ട. ആണുങ്ങളായാലേ കുറച്ച് ബുദ്ധിയും തന്റെ ഇടമൊക്കെ വേണം. നിനക്കതില്ലാതെ പോയല്ലോ. ഏതായാലും നിനക്കൊരു അബദ്ധം പറ്റി. അത് ഇരു ചെവി അറിയാതെ നീ സോൾവ് ചെയ്യണമായിരുന്നു. ഒരു ഗുളികയിൽ തീരാവുന്ന പ്രശ്ന ഇപ്പൊ കല്യാണത്തിൽ കലാശിച്ചത്. ആന്റി ആന്റി എന്തറിഞ്ഞിട്ട് ഈ വർത്തമാനം പറയുന്നത്? എനിക്ക് ആന്റി ഉദ്ദേശിക്കുന്ന പോലെ ഒരു അബദ്ധവും പറ്റിയിട്ടില്ല. വേണ്ട വേണ്ട, നീ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. ഏതായാലും പല്ലവിയുടെ കയ്യിലായി നിന്റെ ജീവിതം. അവളുടെ വാശി അവള് സാധിച്ചെടുത്തു. നീ വിട്ടിയ പമ്പര വിട്ടി. ഇടം നിസ്സാരയായ ഒരു പെണ്ണിന് മുന്നിൽ പരാജയപ്പെട്ട നിന്നെ ഇനി എന്തിനു കൊള്ളാം? എല്ലാത്തിനും കാരണക്കാരി അവളാ, ആ പാർവതി. ഒരു ഗതിയും പറുഗതിയും ഇല്ലാത്ത അവളെ നിന്റെ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലേ നിന്റെ ലൈഫ് ഇങ്ങനെ നശിക്കില്ലായിരുന്നു. ആന്റി ഒന്ന് പോകുന്നുണ്ടോ? നീ എന്റെ മുമ്പിൽ ശബ്ദം ഉയർത്തിയിട്ട് കാര്യമൊന്നുമില്ല. നീ കാരണം നഷ്ടപ്പെട്ടതേ ഈ കുടുംബത്തിന്റെ അഭിമാനം. ഇപ്പൊ ഈ കുടുംബത്തിലുള്ളവർക്ക് ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇറങ്ങിയ ആൾക്കാർ കളിയാക്കും. ഓരോന്നോരോന്നായിട്ട് കുത്തി കുത്തി ചോദിക്കും. അതിനൊക്കെ എന്ത് മറുപടി പറയും? എന്തായാലും മാനം കപ്പൽ കയറി. ആന്റി അതിനെ എങ്ങനെ തിരികെ പിടിക്കുമെന്ന് എനിക്കറിയില്ല. വിപിൻ സാറേ, എന്നെ ഒഴിവാക്കാൻ വേണ്ടി വിപിൻ സാറേ എന്തെല്ലാം കാര്യങ്ങളാ കാണിച്ചത്. എന്നിട്ടിപ്പ എന്തായി? ആ കൈകൾ കൊണ്ട് തന്നെ എന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. ഞാനിപ്പോ സാറിന്റെ ഭാര്യയാവുകയും ചെയ്തു. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ട് വിവാഹത്തിന് സമ്മതിച്ചിരുന്നെങ്കിലേ എനിക്ക് വെറുതെ നാടകം നടത്തേണ്ടി വരുമായിരുന്നോ? മാന്യമായിട്ട് തന്നെ നമ്മുടെ വിവാഹം നടക്കുമായിരുന്നില്ലേ? ഇപ്പൊ എന്തായി? നമ്മുടെ കല്യാണവും നടന്നു. വിപിൻ സാറിന് വെറുതെ നാണം കിടേണ്ടിയും വന്നു. ആ സാരല്ല വിപിൻ സാറേ, എനിക്ക് വേണ്ടിയല്ലേ നാണം കിട്ടത്. ഈ നാണക്കേടൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോ താനെ അങ്ങ് മാറിക്കോളും.
ഡേ ഇപ്പൊ നിനക്ക് സമാധാനായല്ലോ? സമാധാനായല്ലോന്ന്? അതെ, എനിക്ക് സമാധാനമായി. പല്ലവി, വിപിൻ സാറിനെ വിവാഹം കഴിക്കാൻ എനിക്ക് എന്ത് അവകാശമാണ്, യോഗ്യതയാണ് എന്നൊക്കെയല്ലേ ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചത്? എന്നിട്ടിപ്പൊ എന്തായി? ഞാൻ അന്നേ ചേച്ചിയോട് പറഞ്ഞതല്ലേ, വിപിൻ സാറും ഞാനും തമ്മിലുള്ള വിവാഹം ഏത് വിധേനെ ഞാൻ നടത്തുവെന്ന്. ഇപ്പൊ എന്തായി? ഞാനത് നടത്തി കാട്ടിയില്ലേ? വലിയ അഭിമാനമായി പോയി. ഇങ്ങനെയാണോ വിവാഹം നടത്തേണ്ടത്? എങ്ങനെ നടത്തിയാൽ എന്താ? വിവാഹം നടന്നല്ലോ. അതും രഹസ്യമായിട്ടൊന്നും അല്ലല്ലോ, 4 ആളുടെ മുന്നിൽ വെച്ചല്ലേ വിവാഹം നടന്നത്. നീ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാ. പറയടി, വിപിന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നുണ്ടോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ. അവിടെ വിവാഹത്തിന് കൂടിയവരെല്ലാം നീ പറഞ്ഞത് വിശ്വസിച്ചുവെങ്കിലും അപ്പോഴേ എനിക്ക് നിന്നെ സംശയമായിരുന്നു. ഇപ്പൊ വിപിനോട് സംസാരിച്ചപ്പോ എന്റെ ആ സംശയം പൂർണ്ണമായും മാറി. ചെയ്യാത്ത തെറ്റാണ് അവൻ ഏറ്റെടുത്തെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. മഹാപാപമല്ലേടി നീ ചെയ്തത്? വിപിൻ സാറ് മര്യാദയ്ക്ക് എന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ വളഞ്ഞ വഴിക്ക് പോവേണ്ടി വരുമായിരുന്നില്ലല്ലോ. പല്ലവി, നീ നശിപ്പിച്ചത് നമ്മുടെ കുടുംബത്തിന്റെയും ഈ കുടുംബത്തിന്റെ അഭിമാനോ? ഞാനാണ് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നതും അത് നിനക്കറിയോ? ഞാൻ പറഞ്ഞല്ലോ, വിപിൻ സാറ് വിചാരിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കായിരുന്നു. പക്ഷേ സാർ അത് വിചാരിച്ചില്ല. ഞാൻ എത്ര പ്രാവശ്യം എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വിപിൻ സാറിന്റെ പുറകെ നടന്നെന്ന് അറിയോ? അപ്പോഴെല്ലാം സാർ എന്നെ അവഗണിച്ചു. അപ്പൊ എനിക്ക് വാശി കൂടി. എന്റെ ആഗ്രഹം എനിക്ക് എങ്ങനെ നടത്തിയെടുക്കണമെന്നുള്ള ചിന്തയായി. അതിന് ഞാൻ ചില മാർഗങ്ങൾ ആലോചിച്ചിട്ടും അതൊന്നും അങ്ങോട്ട് ശരിയായില്ല. പിന്നീടാ ഇങ്ങനൊരു മാർഗം തെളിഞ്ഞത്. അതേതായാലും ഫലവത്തായി. നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു പല്ലവി? ചേച്ചിക്ക് ഞാൻ ഈ വീട്ടിലെ മരുമകളായത് തീരെ ഇഷ്ടമായില്ല അല്ലേ? അതുകൊണ്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചി, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാനിപ്പോ വിപിൻ സാറിന്റെ ഭാര്യയായി കഴിഞ്ഞു. ഇനി ഒരു കുറ്റവിചാരണ നടത്തിയിട്ട് എന്ത് കാര്യം? എടി, വിപിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചിട്ട് അവന്റെ മനസ്സിലെ സ്ഥാനം നേടാൻ നിനക്ക് കഴിയോ? ഇഷ്ടമില്ലാത്തൊരാളെ വിവാഹം കഴിച്ചതിന്റെ വെറുപ്പും വിദ്വേഷവും എന്നും അവന്റെ മനസ്സിലുണ്ടാവില്ലേ? മോളെ, കുറച്ചു മുമ്പ് ഞാൻ മോളോട് പറഞ്ഞതൊന്നും മോള് മനസ്സിൽ വെച്ചേക്കരുത്. അത് ചേച്ചിയുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പല്ലവി, ഇന്നലെ വരെ നീ ഇവിടെ കുട്ടിക്കളിയെ കഴിഞ്ഞതാ. ഇനി മുതൽ നീ അങ്ങനല്ല. കുറച്ചുകൂടെ ഉത്തരവാദിത്ത ബോധം നിനക്കുണ്ടാവണം. ഇന്ന് നിനക്കും വിപിനും ഉണ്ടായ നാണക്കേട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് തീർക്കണം. പല്ലവി, എനിക്കും നിനക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത സൗഭാഗ്യം ഇവിടുന്ന് കിട്ടിയത്. സ്വപ്നം പോലും കാണാനാവാത്ത ജീവിതം നമുക്ക് കിട്ടിയിരിക്കുന്നതും. ഈ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് നമ്മുടെ പൂർവികരുടെ സുഹൃതം കൊണ്ടാ. അത് നീ മറക്കരുത്. എന്നെ പോലെ ആവണമെന്ന് ഞാൻ ഒരിക്കലും നിന്നെ ഉപദേശിക്കുന്നില്ല. പക്ഷേ നീ കാരണം ഈ കുടുംബത്തിന് ഒരു തരത്തിലും ഒരു പ്രയാസം ഉണ്ടാവരുത്. അതുപോലെ വിപിനും നീയും തമ്മില് ധാരാളം പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളും ഒക്കെ ഉണ്ടാകും. അതും കണ്ടറിഞ്ഞ് പെരുമാറണം. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ സന്തോഷകരമായൊരു ഫാമിലി ലൈഫ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവൂ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നേരം വെളുക്കം വരെ ഇടതും വലതും നിന്ന് എന്നെ ഉപദേശം നന്നാക്കാൻ പോവാണോ? എടീ, നീ ആരാന്ന് വിചാരിച്ചു? ഒരു കള്ളക്കഥയുടെ ബലത്തില് എന്നെ കൊണ്ട് താലി കെട്ടിച്ചാലുടൻ ഞാൻ നിന്റെ ഭർത്താവാന്ന് വിചാരിച്ചോ? സാറേ, എനിക്ക് വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ടാ. നീ മിണ്ടിപ്പോരുത്.
നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ടെന്ന് നീ എല്ലാവരോടും കള്ളം പറഞ്ഞു. എന്നെ കൊണ്ട് നിർബന്ധിച്ച് നീ താലി ഇടിച്ചു. നീ പറഞ്ഞ അപഖ്യാതിയുടെ പേരില് എന്റെ ഏട്ടൻ എന്നെ ആദ്യമായിട്ട് നീ ശകാരിച്ചു. എല്ലാവരുടെ മുമ്പില് ഞാൻ നാണം കെട്ടു. ഇത്രയൊക്കെ തേജോധം ചെയ്തിട്ടും ഞാൻ എന്തിനാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് നിനക്കറിയാമോ? അറിയോന്ന്? നിനക്കതറിയില്ല എങ്കി ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ മടിച്ചിരുന്നെങ്കിൽ ഡോക്ടർ നിന്നെ പരിശോധിക്കും. ആ പരിശോധനയില് നീ ഗർഭിണിയല്ല എന്ന് കണ്ടെത്തും. എന്നെ കൊണ്ട് താലി കെട്ടിപ്പിക്കാൻ നീ നടത്തിയ നാടകമാണ് അതെന്ന് എല്ലാവരും മനസ്സിലാക്കും. അപ്പൊ നാണം കെടുന്നത് ആരാ? നീയല്ല. നീ കാരണം നാണം കെടുന്നത് നമ്മുടെ പാർവതിയായിരിക്കും. എന്താ ഇതിൽ നിന്നും ഇപ്പൊ ഈ ശബ്ദം കേൾക്കുന്നത്? ഇത് എനിക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് തരുന്നതാണോ? ഇത് തുറന്നു നോക്കാനും പറ്റില്ലല്ലോ. ദേവമ്മയുടെ വിരലടയാളം ഇല്ലാതെ ഇത് തുറക്കാൻ പറ്റില്ലെന്നല്ലേ വിശാൽ സാർ പറഞ്ഞത്? എന്തുകൊണ്ടാ മനസ്സിൽ ഇങ്ങനെ ഒരു രംഗം തെളിഞ്ഞു വന്നത്? ഇവിടെ എന്തോ അപകടം സംഭവിക്കാൻ പോവാണല്ലോ. എനിക്ക് ചില ദുർനിമിത്തങ്ങൾ നടക്കുമെന്ന് തോന്നുമോ? ദുർനിമിത്തങ്ങളോ? എന്താ അത്? വിശാൽ സാർ നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാ ഞാൻ കണ്ടത്. അത് കണ്ട് എനിക്ക് വല്ലാത്ത പേടി തോന്നി. അങ്ങനെയാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. മോള് ഭയപ്പെടണ്ട, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിനെന്താ ഇത്ര ഉറപ്പ്? നിങ്ങളാണ് ദേവമ്മയെ കൊന്നേന്നാ വിശാൽ സാർ കരുതുന്നത്. ഇവിടെ ഇങ്ങനെ വേഷം മാറി താമസിക്കുന്നതുകൊണ്ടാ വിശാൽ സാർ നിങ്ങളെ തിരിച്ചറിയാത്തതും. വിശാൽ സാർ തേടിക്കൊണ്ടിരിക്കുന്ന ശേഖര മേനോനാണ് ഈ നിൽക്കുന്ന ശേഖരനെന്ന് സാർ തിരിച്ചറിഞ്ഞ പിന്നെ ഇവിടെ ഒരു കൊലപാതകം തന്നെ നടക്കും. ഇല്ല മോളെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാനായിട്ട് ഉണ്ടാക്കില്ല. പെട്ടെന്ന് മുന്നും പിന്നും ചിന്തിക്കാതെ പ്രഭാവതിയെ കൊല്ലാൻ ശ്രമിച്ചതാ അന്ന് അബദ്ധമായത്. അന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന് അറിയാലോ. എപ്പോഴും എനിക്കതിന് സാധിക്കില്ല. മോളെ, ഇനി എന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാവില്ല, അത് ഉറപ്പാ. എനിക്കിനി അതൊന്നും കേൾക്കണ്ട. നിങ്ങൾ എന്തിനിവിടെ വന്നു? നിങ്ങൾ എന്തിനാണ് പ്രഭാവതിയമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്? നിങ്ങൾ അത് പറ. അതിന്റെ പിന്നിലെ രഹസ്യം എനിക്കറിയണം. മോളെ, അത് നീ അറിഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? അറിഞ്ഞാൽ അപകടത്തിലാവുന്നത് നിന്റെ ജീവനാ. ആയിക്കോട്ടെ, എന്റെ ജീവിതം നഷ്ടപ്പെട്ടാലും വിശാൽ സാർ ഒരു കൊലപാതകയാവരുത്. അദ്ദേഹത്തിന്റെ ജീവിതം നഷ്ടപ്പെടരുത്. അതുകൊണ്ട് സത്യം നിങ്ങൾ തുറന്നു പറഞ്ഞേ മതിയാകും. ദേവമ്മയാ നിങ്ങൾ ഇവിടെ നിർത്താൻ എന്നോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ നിങ്ങൾ ഇവിടെ പാർപ്പിച്ചതും. അതിന്റെ നന്ദിയെങ്കിലും നിങ്ങൾ കാണിക്കണം. എന്റെ കുട്ടി, ഞാൻ അതൊന്നും മറന്നിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോ മോൾ ആവശ്യപ്പെടുന്ന സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല. നിങ്ങൾക്കത് പറയാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ ശേഖര മേനോനാണെന്ന സത്യം എനിക്ക് വിശാൽ സാറിനോട് തുറന്ന് പറയേണ്ടി വരും. മോളെ പാർവതി, ഞാൻ ശേഖരമേനോനാണെന്ന് നീ വിശാലിനോട് ഇപ്പൊ പറയരുത്. ഗായത്രി മേഡത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ വിശാലിനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ
ഞാൻ ആരാണെന്ന് വിശാൽ അറിയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ വിശാൽ ചിലപ്പോൾ കൊലപാതകയായി മാറും. അത് വേണോ? നീ ചിന്തിക്ക്. മോളെ, ഇത്രയും ദിവസം നീ ക്ഷമിച്ചില്ലേ? ഇനി കുറച്ച് ദിവസം കൂടി നീ ക്ഷമിക്ക്.